യൂറോപ്പിലെ ഒരു രാജ്യമായിട്ടുള്ള ലാറ്റ്വിയയ്ക്ക് എങ്ങനെയാണ് ഫ്രീ സ്പോൺസർഷിപ്പ് ജോബിന് എങ്ങനെയാണ് പോകാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഇങ്ങനെ പോണ ആളുകൾക്ക് അപ് ടു 2 lakhs വരെ സാലറി കിട്ടുന്ന ജോലികൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഷെയർ ചെയ്യാൻ പോണത് തികച്ചും ഫ്രീ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ്. അതുപോലെ തന്നെ ഫ്രീ സ്പോൺസർഷിപ്പ് വിസയിൽ എങ്ങനെയാണ് എത്തിപ്പെടുക എന്നുള്ള കാര്യങ്ങളാണ്. ഓക്കെ, സോ നമുക്ക് ഇങ്ങനെ അവിടെ ഡെലിവറി സെക്ഷൻസിലേക്ക്, ഡെലിവറി ആൻഡ് ഡ്രൈവിംഗ് റോൾസിലേക്കും പിന്നെ അതുപോലെ തന്നെ സപ്പോർട്ട് ആൻഡ് ഓപ്പറേഷൻ റോൾസ്, ഇപ്പോൾ നമുക്ക് ഈ ഒരു വെയർ ഹൗസ്, ഡിസ്പാച്ചർ, സോർട്ടിങ് അങ്ങനെയുള്ളത് ടോട്ടൽ അങ്ങനെ 25 പൊസിഷൻസിലേക്കുള്ള ജോലികൾക്കാണ് ഇപ്പോൾ വിളിക്കുന്നത്. നമുക്ക് ധാരാളം അവസരങ്ങൾ വന്നിട്ടുണ്ട്. ശരിക്കും ഇതൊരു ഓൺലൈൻ ഇവൻ്റ് ആണ്. നമ്മൾ തന്നെ അപ്ലൈ ചെയ്തിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് ജോബിനായിട്ട് പോകേണ്ടതാണ്. അതുപോലെ തന്നെ 13ഓളം എംപ്ലോയേഴ്സാണ് ഈ ഒരു പ്രോഗ്രാമിന് പങ്കെടുക്കുന്നത്. നിങ്ങളിങ്ങനെ പോകാനായിട്ട് നിങ്ങൾക്ക് ലാംഗ്വേജ് ടെസ്റ്റ് ഒന്നും വേണമെന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ എന്തെങ്കിലും IELTS, TOEFL, OET, PT അങ്ങനത്തെ ഒരു ലാംഗ്വേജ് ടെസ്റ്റും വേണമെന്ന് പറഞ്ഞിട്ടില്ല. ഇത് 2026 ഒരു അവസരമാണ് കേട്ടോ. ജനുവരിയിലാണ് ഇത് നടക്കാൻ പോണത്. എല്ലാ കാര്യവും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തിട്ടും ഹൈപ്പ് ചെയ്തിട്ടും ഒന്ന് ഹെൽപ്പ് ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് എന്തൊക്കെയാണ് നോക്കി നോക്കാം. ഹായ് എവരിവൺ, ഇറ്റ്സ് മീ ഷ്യാം ആൻഡ് ദിസ് ഈസ് വേഫറർ ഇൻസൈറ്റ്സ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ലാറ്റ്വിയയ്ക്കാണ് ഇപ്പോൾ അവസരങ്ങൾ വന്നിട്ടുള്ളത്. ഈ ഒരു ലാറ്റ്വിയ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ യൂറോപ്പത്തെ ഒരു രാജ്യമാണ്, അതായത് ഒരു ഷെങ്കൻ രാജ്യം കൂടിയാണ്. ഓക്കെ, സോ ഈ ഒരു രാജ്യത്തേക്ക് നമുക്ക് എത്തിപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള 28 ഷെങ്കൻ രാജ്യങ്ങളിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും നമുക്ക് ഫ്രീ ആയിട്ട് ആക്സസ് ഉണ്ടാകുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒരു യൂറോപ്യൻ രാജ്യമാണ് എന്നുണ്ടെങ്കിൽ പോലും ബാക്കിയുള്ള ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് നമുക്ക് ഇവിടെ ലിവിങ് കോസ്റ്റ് വളരെ കുറവായിരിക്കും. ഓക്കെ, സോ നല്ലൊരു സേവിങ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. സോ എന്തായാലും ഞാൻ ഒരുപാട് ലാഗ് അടിപ്പിക്കണില്ല. ഇനി എന്തായാലും നമുക്കിതിനെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് ഞാൻ കാണിച്ചു തരാം. ആക്ച്വലി ഇത് 2026 കേട്ടോ. 2026 ലാറ്റ്വിയയിൽ അല്ലെങ്കിൽ ഒരു യൂറോപ്യൻ രാജ്യത്തേക്കൊക്കെ ഒരു ജോലിക്കായിട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇത് നല്ലൊരു അവസരം തന്നെയാണ്. ഇതൊരു ഓൺലൈൻ ഇവൻ്റ് ആണ് കേട്ടോ. ഒരുപാട് ആളുകൾക്ക് ഈ ഒരു സൈറ്റ് വഴി ജോബ് കിട്ടുന്നുണ്ട്. ഈ ഒരു ഇവൻ്റ് എന്താണെന്നുള്ളതൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളതൊക്കെ കറക്റ്റായിട്ട് വായിച്ച് നോക്കുക. ഒന്നുമില്ല, ഈ ഒരു ഡെലിവറി അതുപോലെ തന്നെ ലോജിസ്റ്റിക്സ് കമ്പനികളാണ് ഇങ്ങനെ ആളുകളെ നോക്കണമെന്ന് ഇവർ പറയുന്നുണ്ട്. അതായത് വാൻ ബസ്സസ്, ഈ ബൈക്ക് കൊറിയേഴ്സ് ആൻഡ് ഇൻ്റർനാഷണൽ ലൈസൻസ് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ആളുകളെ. ഓക്കെ, സോ ഏതൊക്കെയാണ് ജോബുകൾ എന്നുള്ളതും എല്ലാം നമുക്ക് നോക്കി നോക്കാം. അതായത് 25 പൊസിഷൻസിലേക്കാണ് കേട്ടോ ഇവർ പറയുന്നത്. ഇപ്പോൾ ഡെലിവറി ആൻഡ് ഡ്രൈവിംഗ് റോൾസിൽ കുറേ എണ്ണം കാണുന്നുണ്ട്. അതായത് ഡെലിവറി ഡ്രൈവർ, പാർസൽ ഡെലിവറി ഡ്രൈവർ, ഈ ബൈക്ക് ഡെലിവറി ഡ്രൈവർ, ഫുഡ് ഡെലിവറി ഡ്രൈവർ, ഗ്രോസറി ഡെലിവറി റൈഡർ, അങ്ങനെ ഒരുപാടെണ്ണം കേട്ടോ. അതുപോലെ തന്നെ സപ്പോർട്ട് ആൻഡ് ഓപ്പറേഷൻ റോൾസ്, അതായത് അവിടുത്തെ വെയർ ഹൗസിൽ പിന്നെ ഡിസ്പാച്ച് വർക്കർ, സോർട്ടിംഗ് ആൻഡ് പാക്കിംഗ് അസിസ്റ്റൻറ്റ്, റൂട്ട് പ്ലാനിങ് അസിസ്റ്റൻറ്റ്, ഫ്ലീറ്റ് സപ്പോർട്ട് വർക്കർ, കസ്റ്റമർ ഡെലിവറി കോർഡിനേറ്റർ, ഡെലിവറി ഓപ്പറേഷൻ ഹെൽപ്പർ, പാർസൽ ലോക്കർ അറ്റൻഡൻറ്റ്, ബൈസിക്കിൾ മെയിൻ്റനൻസ് ഹെൽപ്പർ, ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് വർക്കർ, ട്രാൻസ്പോർട്ട് അസിസ്റ്റൻറ്റ്, ഇതൊക്കെയാണ് സപ്പോർട്ടിങ്ങിൽ വരിക. ഓക്കെ, സോ ഇങ്ങനെയുള്ള ജോബ്സിനാണ് വിളിക്കുന്നത്. ടോട്ടലി 25 പൊസിഷൻസിലേക്ക്. ഇതൊക്കെ ഒരു ഫ്രീ ആയിട്ടൊരു സ്പോൺസർഷിപ്പ് ജോബിന് പോകാനുള്ള കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറഞ്ഞിരുന്നത്. ഇത് എന്താണ് എന്നുള്ളത് ജനുവരി 12 കേട്ടോ ഈ ഒരു ഇവൻറ്റ് നടക്കുന്നത്. ലോക്കൽ ടൈം 10 AM to 5 PM വരെയാണ് പറയുന്നത്. ലൊക്കേഷൻ ലാറ്റ്വിയ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 13ഓളം എംപ്ലോയേഴ്സാണ് ഈ ഒരു പരിപാടിക്ക് പങ്കെടുക്കുന്നത്. ഓക്കെ, പാർട്ടിസിപ്പേറ്റ് ചെയ്യണത്. ഇവൻറ്റ് ഓൺലൈനാണ്. രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് ഓപ്പൺ ആണ്. റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളിവിടെ രജിസ്റ്റർ നൗ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ എന്തായാലും അത് കൊടുക്കുക. അതിലേക്ക് നിങ്ങൾ പോകുമ്പോൾ ഇവിടെ ഒരു ഇവൻറ്റ് രജിസ്ട്രേഷൻ ഫോം ഉണ്ടാവും. അത് നമ്മൾ ഫില്ലപ്പ് ചെയ്യണം. ഓക്കെ, ഈ ഒരു സൈറ്റ് വഴി നിങ്ങൾ ചെയ്തിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ തന്നെ ഒരുപാട് എണ്ണം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതുവഴിയുള്ളത് കാണിച്ചു തന്നിട്ടുണ്ട്. നിങ്ങളുടെ ഫസ്റ്റ് നെയിം അതുപോലെ തന്നെ ലാസ്റ്റ് നെയിം അടിക്കുക. ജെൻഡർ എന്നുള്ളിടത്ത് നിങ്ങൾ ജെൻഡർ സെലക്ട് ചെയ്യുക. കൺട്രി ഓഫ് യുവർ കറൻറ്റ് റെസിഡൻസ് അത് നിങ്ങൾ ഇന്ത്യ എന്നുള്ളത് കൊടുക്കുക. നാഷണാലിറ്റി അതും നിങ്ങൾ ഇന്ത്യ എന്നുള്ളത് കൊടുക്കുക. ഇമെയിൽ നിങ്ങൾ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് ഇവിടെ അടിച്ചു കൊടുക്കുക കേട്ടോ. കറക്റ്റായിട്ടുള്ള തന്നെ കൊടുക്കുക. കാരണം അതിലേക്കാണ് നിങ്ങൾക്ക് എൻക്വയറീസ് വരാറ്, അല്ലെങ്കിൽ ഇതിൻ്റെ അപ്ഡേറ്റ്സ് വരാറ് കേട്ടോ. നമ്മളുടെ ആ ഇൻവിറ്റേഷൻ ഇമെയിലൊക്കെ ഇതിലേക്കാണ് വരിക. സോ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക. അതുപോലെ തന്നെ ആ ഒന്ന് കൺഫർമേഷൻ കൊടുക്കുക കേട്ടോ. വാട്സപ്പ് നമ്പർ, നിങ്ങളുടെ വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് കൊടുക്കുക. ദെൻ അൾട്ടർനേറ്റീവ് ഫോൺ നമ്പർ ഓപ്ഷണലാണ്, നിർബന്ധമല്ല, പക്ഷേ എന്നാലും നിങ്ങൾ കൊടുക്കുക. ഓക്കെ, അത് നിങ്ങൾ കൊടുക്കുന്നത് നല്ല തന്നെയാണ്. ഇവൻറ്റ് പാർട്ടിസിപ്പേഷൻ, ഏതാണ് ഇവൻറ്റ് എന്നുള്ളത് നമുക്കിതിൽ കാണാൻ പറ്റും. ഡ്രൈവ് ലാറ്റ്വിയ ജോബ് എക്സ്പോ 2026 12 ജനുവരി. ഓക്യുപ്പേഷൻ
നമ്മൾ നേരത്തെ ഒരുപാട് ജോബുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ 25 പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലേതാണെന്ന് ചോദിക്കുന്നുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വെയർ ഹൗസ് ആൻഡ് ഡിസ്പാച്ചർ വർക്കറിനെ നോക്കി നോക്കാം. ഓക്കെ, അത് ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഒക്യുപ്പേഷൻ എന്നുള്ളടത്ത് നിങ്ങൾ പേസ്റ്റ് ചെയ്യുക. ഹൗ ഡു യു ലൈക്ക് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദിസ് ഇവൻറ്റ്? ഓൺലൈൻ, ഇൻ പേഴ്സൺ. ഓൺലൈൻ കൊടുക്കുക. വർക്ക് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കൊടുക്കുക, ഇനി ഇല്ലെങ്കിലും ഒരു 1 ഇയർ നിങ്ങൾ എന്തായാലും കൊടുക്കുക. ലാംഗ്വേജ് സ്കിൽസ്, ഇംഗ്ലീഷ് മാൻഡേറ്ററി ആണ്. വേറെ ഏതെങ്കിലും ലാംഗ്വേജ് നിങ്ങൾക്ക് അറിയുകയാണെന്നുണ്ടെങ്കിൽ നല്ല കാര്യം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ലാറ്റ്വിയക്കാണ് പോണത്. സോ നിങ്ങൾക്ക് ഏതെങ്കിലും സ്പാനിഷോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ല ജർമ്മനോ ഒക്കെ അറിയുകയാണെന്നുണ്ടെങ്കിൽ നല്ല കാര്യം തന്നെയാണ്. ലാറ്റ്വിയൻ അറിയുകയാണെങ്കിൽ നല്ല കാര്യമാണ്. ഓക്കെ, സോ ഞാൻ തൽക്കാലം ജർമ്മനും കൂടി സെലക്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഏജ് ഏതിൻ്റെ ഇടയിലാണ് വരുന്നത് എന്നുള്ളത് 21 to 34 അത് കൊടുക്കാം. നിങ്ങളുടെ ഏതാണോ അതിനനുസരിച്ച് കൊടുക്കുക. എഡ്യൂക്കേഷൻ ലെവല് ബേസിക്, സെക്കൻഡറി, ഹൈസ്കൂള്, ഡിഗ്രി, മാസ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്. നിങ്ങളുടെ ഏതാണോ നിങ്ങളത് കൊടുക്കുക. സ്കിൽസ് നിങ്ങൾ കൊടുക്കുമ്പോൾ അവർ ഇവിടെ പറയുന്നുണ്ട് മെൻഷൻ യുവർ സ്കിൽ സെപ്പറേറ്റഡ് ബൈ കോമാസ്. ഓക്കെ, അങ്ങനെ തന്നെ കൊടുക്കാൻ നോക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വെയർ ഹൗസ് ആൻഡ് ഡിസ്പാച്ച് വർക്കറിൻ്റെയാണ് നമ്മൾ നോക്കുന്നത്. സോ അതിനനുസരിച്ചുള്ള സ്കിൽസ് നിങ്ങൾ എപ്പോഴും അടിച്ചു കൊടുക്കാൻ നോക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ChatGPT ഒക്കെ നോക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ളത് കിട്ടും. പിന്നെ ഡു യു കറൻ്റ്ലി ഹോൾഡ് എ വാലിഡ് EU വർക്ക് പെർമിറ്റ്? ഉണ്ടെങ്കിൽ യെസ്, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. ആർ യു ഓപ്പൺ ടു വിസ സ്പോൺസർഷിപ്പ്? നമ്മളിതിൽ പറയുന്നുണ്ട് വിസ സ്പോൺസർഷിപ്പ് മേ ബി അവൈലബിൾ ഫോർ നോൺ EU ആപ്ലിക്കേഷൻസിന് അവൈലബിൾ ആവും ചിലപ്പോൾ. സ്പോൺസർഷിപ്പ് ഡിസിഷൻസ് വിൽ ബി മെയ്ഡ് ആഫ്റ്റർ ദി ഇൻ്റർവ്യൂ പ്രോസസ്സിന് ശേഷമാണ് ഒരു ഹയറിംഗ് കമ്പനീൻ്റെ ഇൻ്റർവ്യൂവിന് ശേഷമാണ് നമുക്ക് സ്പോൺസർഷിപ്പ് കിട്ടില്ല എന്നുള്ളത് ഇവർ പറയുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾ യെസ് കൊടുക്കുക. ആർ യു വില്ലിംഗ് ടു റീലൊക്കേറ്റ് ടു യൂറോപ്പ് ഫോർ എംപ്ലോയ്മെൻറ്റ് ഇഫ് സെലക്റ്റഡ് ആവുകയാണെങ്കിൽ നമ്മൾ യൂറോപ്പിലേക്ക് റീലൊക്കേറ്റ് ചെയ്യാൻ പറ്റുമോ ചോദിക്കുന്നുണ്ട്. യെസ് കൊടുക്കുക. ഹാവ് യു വർക്ക്ഡ് ഇൻ യൂറോപ്പ് ബിഫോർ? ഉണ്ടെങ്കിൽ യെസ്, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. ആർ യു റെഡി ടു സബ്മിറ്റ് ആൾ റിക്വയർഡ് വിസ ഡോക്യുമെൻറ്റ്സ് വെൻ റിക്വസ്റ്റഡ്? വിസ ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന കൊടുക്കുക. യെസ് കൊടുക്കുക. ഡു യു ഹാവ് എ വാലിഡ് പാസ്പോർട്ട് വിത്ത് മോർ ദാൻ 6 months വാലിഡിറ്റി? മോർ ദാൻ 6 months വാലിഡിറ്റി ഉള്ള പാസ്പോർട്ട് ഉണ്ടോ ഇല്ലേ ചോദിക്കുന്നുണ്ട്. യെസ് കൊടുക്കുക. ഡു യു ഹാവ് എ വാലിഡ് ഡ്രൈവേഴ്സ് ലൈസൻസ്? യെസ് കൊടുക്കുക. നിങ്ങളുടെ ഡ്രൈവേഴ്സ് ലൈസൻസിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മളിവിടെ കുറേ ഡെലിവറി ജോബ്സ് പറയുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു ഡ്രൈവേഴ്സ് ലൈസൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഒന്നല്ലെങ്കിൽ ഇൻ്റർനാഷണൽ, അല്ലെങ്കിൽ ഗൾഫ്, അല്ലെങ്കിൽ EU. ഓക്കെ, അവൈലബിലിറ്റി എത്ര ടൈംസ് കൊണ്ട് നമുക്കവിടെ ജോയിൻ ചെയ്യാൻ പറ്റും? ഐ നീഡ് 3 months ടു ജോയിൻ, 6 months, 3 months കൊടുക്കാം. ഈസ് യുവർ യൂറോപ്പ CV റെഡി? നിങ്ങൾ യൂറോപ്പിക്കാണ് ജോബ് നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു യൂറോപ്പ CV ഉണ്ടാക്കണം. ഓക്കെ, റെഡി ടു പ്രൊവൈഡ് ഓൺ റിക്വസ്റ്റ്? നിങ്ങൾ യെസ് കൊടുക്കുക. എങ്ങനെയാണ് ഫ്രീ ആയിട്ട് യൂറോപ്പാസിൻ്റെ CV കവർ ലെറ്റർ ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. ലിങ്കിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. മേലെ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലൊക്കെ അതിന് ലിങ്ക് ഉണ്ട്. അത് നോക്കിയിട്ട് ഒരു യൂറോപ്പാസിൻ്റെ CV കവർ ലെറ്റർ ആദ്യം ഉണ്ടാക്കി വെക്കുക. ഓൺലൈൻ പ്രൊഫൈൽ നമ്മുടെ ഫേസ്ബുക്കോ ഇൻസ്റ്റഗ്രാമോ ലിങ്ക്ഡൈനോ അങ്ങനെയൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. നിങ്ങൾ ഏറ്റവും നന്നായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലിങ്ക്ഡൈൻ പ്രൊഫൈൽ നിങ്ങളവിടെ ആഡ് ചെയ്യുക. ഓക്കെ, ദെൻ പ്രൈവസി പോളിസി ടിക്ക് ചെയ്യുക, രജിസ്റ്റർ എന്നുള്ളടത്ത് കൊടുക്കുക. സോ അവർ പറയുന്നുണ്ട് നമ്മളുടെ കൺഫർമേഷൻ ഓക്കെ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താണ്, നമ്മളുടെ ഈ ഒരു അപ്ലിക്കേഷൻ സെലക്റ്റഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇവൻറ്റ് നടക്കണ അന്ന് നമുക്കൊരു ഇൻവിറ്റേഷൻ ഇമെയിൽ വരുമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇവരുടെ കയ്യിൽ നിന്ന്. സോ നിങ്ങൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. നിങ്ങൾ സെലക്റ്റഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെയിൽ കിട്ടും. ഇത് 12ാം തീയതി വരെ ഉണ്ട് എന്ന് വെയിറ്റ് ചെയ്യരുത്. മാക്സിമം നിങ്ങൾ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. സോ നിങ്ങൾ എന്തായാലും അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മളിതിനെ അപ്ലൈ ചെയ്യണത്. ഞാൻ ആൾറെഡി പറഞ്ഞ പോലെ തന്നെ ഇത് നിങ്ങൾക്ക് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ യൂറോപ്പാസിൻ്റെ CV ഉണ്ടാക്കുക, ഒരു കവർ ലെറ്റർ ഉണ്ടാക്കുക. എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നമ്മുടെ ചാനലിലുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അത് നോക്കുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഒരു ഹെൽപ്പ് മാത്രം നിങ്ങൾ എനിക്ക് ചെയ്തു തരിക. ആവശ്യമുള്ള ആളുകൾക്കും ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കുക. ലാറ്റ്വിയയ്ക്ക് എത്തിപ്പെടണം അല്ലെങ്കിൽ യൂറോപ്പ് ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് എത്തിപ്പെടണം എന്ന് ആഗ്രഹമുള്ള എല്ലാവരും ട്രൈ ചെയ്യുക. നല്ല അവസരം തന്നെയാണ്. ഇതുപോലത്തെ നല്ലൊരു ഇൻഫർമേഷനായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ആൻഡ് ഫൈനലി ഇറ്റ്സ് മീ ശ്യാം ആൻഡ് ദിസ് ഈസ് വേഫറർ ഇൻസൈറ്റ്സ് and this channel won't disappoint you, and thanks for watching.